തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷനാണ്. കാരണം ഈ പദ്ധതി നടക്കുന്നുമില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചതുകൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകാരം തന്നില്ല. ഞങ്ങളതിനെ എതിർത്ത് സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലൊക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെൻറ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം, മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റും. പിന്നെ രണ്ടാമത് PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് നമുക്ക് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCയോട് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാം, വിശദാംശങ്ങൾ പിന്നീട് പറയാം. അതിൻ്റെ അകത്ത് സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഈ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു അപ്പോയിൻമെൻറ്റും നടന്നില്ല, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നടന്നിട്ടില്ല. അപ്പോൾ പല പട്ടികകൾക്കും അത് പ്രയാസമായി, വലിയ ബുദ്ധിമുട്ടായി. കുട്ടികളൊക്കെ ഭയങ്കര സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്. അവരുടെ ചെറുപ്പക്കാരുടെ ഉദ്യോഗാർത്ഥികളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണ്. അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിവിധ വകുപ്പുകൾക്കായി തിരിച്ച് ആ വകുപ്പുകൾ ഈ മാനിഫെസ്റ്റോ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പിനും മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം. അതായത് വിഷൻ 2031 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 2031 ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ജൂൺ 1 മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കർമ്മ പരിപാടി കൂടി വരും 100 ദിവസത്തേക്ക്. ജൂൺ 1 മുതലുള്ള 100 ദിവസത്തേക്ക് അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രൊപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തീർക്കാൻ പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങളും, ചിലപ്പോൾ ചെറിയ ഇൻ്റർവെൻഷൻ കൊണ്ട് തീർക്കാം, ചിലപ്പോൾ ചില വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് തീർക്കാൻ പറ്റും. ഒരുപാട് നാളുകളായി കിടക്കുന്ന പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളെല്ലാം 100 ദിവസത്തെ കർമ്മ പരിപാടി കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്.
മാനിഫെസ്റ്റോ നടപ്പാക്കും. മാനിഫെസ്റ്റോ നടപ്പാക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് അതിനകത്ത് 100 ദിവസം കൊണ്ട് തീർക്കാവുന്ന കർമ്മപരിപാടികൾ കൂടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിന്നെ പത്മ പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകേണ്ടത്, സ്റ്റേറ്റിന് ശുപാർശ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ നിയമിച്ചിട്ടുണ്ട്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നിയമിച്ചിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ഞങ്ങളത് സ്റ്റഡി ചെയ്യുകയാണ്. ഒരു സ്പീഡ് കോറിഡോറിന് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അതിവേഗ ഇതിന് നമ്മളെതിരല്ല. നമ്മളിതിനെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തമായിരുന്നു അത് നടപ്പാക്കിയിരുന്നെങ്കിൽ സിൽവർ ലൈൻ. കാരണം 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലെ എംബാങ്ക്മെൻ്റ് ആയിരുന്നു. കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോപ്പാണ് കേരളം അല്ലേ. അവിടെ നിന്ന് നദികൾ ഒഴുകി താഴേക്ക് വന്ന് കടലിൽ പതിക്കുന്ന ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. അതിനിടയിൽ 30 അടി ഉയരത്തിൽ 300 കിലോമീറ്റർ ദൂരം എംബാങ്ക്മെൻറ്റ് പണിയുക എന്ന് പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നില്ല. അത് എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ഉണ്ടാവുമായിരുന്നു, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാവുമായിരുന്നു ഇല്ലേ. പിന്നെ 200 കിലോമീറ്റർ ദൂരം 10 അടി ഉയരത്തിൽ മതിലായിരുന്നു. ഇപ്പോൾ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ മാത്രമല്ല ബോട്ട് കൂടി ഓടിക്കായിരുന്നു. ആ സ്ഥിതിയാണ്. അത് നമ്മൾ വളരെ നന്നായി UDFൻ്റെ ഒരു സബ് കമ്മിറ്റി പഠിച്ച് UDFൽ കൊണ്ടുവന്നപ്പോൾ, എന്നിട്ട് ഞാൻ രണ്ടാമത് അത് കൊടുത്തുവിട്ട് എല്ലാ പാർട്ടികളും ഒന്നും കൂടി സ്റ്റഡി ചെയ്ത് വരാൻ. അങ്ങനെ ഞങ്ങൾ എക്സ്പേർട്സുകളുമായി സംസാരിച്ച് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി, റെയിൽവേ എക്സ്പേർട്സ്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, എൻവയൺമെൻറ്റ് എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് നടപ്പാക്കരുത്. അതുകൊണ്ടാണ് പിന്നെ ഗവൺമെൻറ് അത് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ശിക്ഷ പോലെ സമരം ചെയ്തതിനുള്ള പാവങ്ങൾക്കുള്ള ശിക്ഷ പോലെ ആ നോട്ടിഫിക്കേഷൻ വേണ്ടാന്ന് പദ്ധതി ഉപേക്ഷിച്ചു. ഒറ്റ ഓർഡർ ഇറങ്ങിയാൽ മതി ഡീനോട്ടിഫൈ ചെയ്യാൻ. അവർക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ വീട്ടിലൊരു ആവശ്യത്തിനും ഭൂമി പണയം പോലും വയ്ക്കാൻ പറ്റാത്ത പാവങ്ങളാണ്, കരച്ചിലാണ് എപ്പോഴും, സങ്കടങ്ങൾ. അപ്പോൾ ഞങ്ങൾ പുതുയുഗ യാത്രയുമായി പോയ സമയത്ത് അവരുമായിട്ട് ഞങ്ങൾ ഇൻട്രാക്ഷൻ നടത്തിയിരുന്നു. അത് പോയ ജില്ലകളിലെല്ലാം അവർ പരാതി പറഞ്ഞിരുന്നു. അത്തരം പരാതികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റാവുന്ന പരാതികളാണ്. അതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വേഗത അക്കാര്യത്തിലുണ്ട്.